നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദി ഇപ്പോൾ ഗൾഫ് രാഷ്ട്രങ്ങൾക്കിടയിൽ വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. സൗദി കിരീടാവകാശിയുടെ നേതൃത്വത്തിൽ രാജ്യത്തെ വിനോദസഞ്ചാര കേന്ദ്രമാക്കുക എന്ന ലക്ഷ്യത്തോടെ വടക്കു പടിഞ്ഞാറൻ സൗദിയിൽ നിർമ്മിക്കുന്ന പുതിയ ടൂറിസം നഗരമായ നിയോം സിറ്റി സൗദി പരമാധികാരത്തിന് പുറത്താണോ എന്ന സംശയങ്ങൾ ഉദിക്കുകയാണ്. ഇതുമാത്രമല്ല, ഇവിടെ സൗദി നിയമങ്ങൾ ബാധകമാവില്ലേ? ഇവിടുത്തെ പൗരന്മാരെ സൗദികളായി പരിഗണിക്കില്ലേ? കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സൗദികൾക്കിടയിൽ വൈറലായി പ്രചരിക്കുന്ന ഇത്തരത്തിലുള്ള സംശയങ്ങൾ ഏറെ വിവാദങ്ങൾക്കും വഴിവെച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട നിയോം പദ്ധതി തലവൻ ആൻഡ്രൂ മക്എവോയ് യുഎയിൽ നടത്തിയ ഒരു പ്രസ്താവനയാണ് പുതിയ വിവാദത്തിന് തിരികൊളുത്തിയത്. വിവാദത്തിന് കാരണം നിയോം തലവന്റെ പ്രസ്താവന തന്നെ. അതായത്, ദുബായിൽ നടന്ന അറേബ്യൻ ട്രാവൽ മാർക്കറ്റിൽ പങ്കെടുക്കാനെത്തിയ നിയോം തലവൻ യുഎഇ മാധ്യമത്തിന് നൽകിയ അഭിമുഖമാണ് ഇത്തരമൊരു ചർച്ചയ്ക്ക് കാരണമായത്. നിയോം സിറ്റി സൗദിയുടെ പരമാധികാര പരിധിക്ക് പുറത്താണെന്നും അവിടെ താമസിക്കുന്നവർ സൗദികളല്ല നിയോമികൾ എന്നാണ് അറിയപ്പെടുകയെന്നും ആൻഡ്രൂ മക്എവോയി അഭിമുഖത്തിൽ പറയുകയായിരുന്നു. ഇത് സൗദികൾക്കിടയിലും പുറത്തും വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിവെക്കുകയാണ് ചെയ്തത്. ഇവിടേക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികളെ മാത്രമല്ല, ഇവിടെ സ്ഥിരതാമസമാക്കാനും ജോലി ചെയ്യാനും ആഗ്രഹിക്കുന്നവരെ കൂടി ആകർഷിക്കാനാണ് പദ്ധതിയിടുന്നതെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഒരു സ്വതന്ത്ര രാജ്യമായി നിയോം മാറുമെന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന. ഇവിടെ സൗദി അറേബ്യയുടെ നിയമങ്ങളും വ്യവസ്ഥകളും ബാധകമാവില്ലെന്നും ഇവിടെ സ്വന്തമായി നിയമങ്ങളും വ്യവസ്ഥകളും ഉണ്ടാകുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ പ്രസ്താവന വൈറലായതോടെ ജനങ്ങൾക്കിടയിൽ ഇത് വലിയ പ്രതിഷേധത്തിനും വിമർശനത്തിനും ഇടവരുത്തുകയും ചെയ്തിരുന്നു. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തി സൗദി ഭരണകൂടം രംഗത്തെത്തിയത്. ദുബായിൽ വെച്ച് യുഎഇ മാധ്യമത്തിന് നൽകിയ പ്രസ്താവന തള്ളിക്കൊണ്ടാണ് സൗദി പ്രസ് ഏജൻസി ഇക്കാര്യത്തിൽ വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഔദ്യോഗിക വൃത്തങ്ങളെ ഉദ്ധരിച്ചാണ് വാർത്താ ഏജൻസിയുടെ പ്രസ്താവന. നിയോം സിറ്റി പൂർണ്ണമായും സൗദിയുടെ പരമാധികാരത്തിന് കീഴിൽ തന്നെയായിരിക്കുമെന്ന പ്രസ്താവന വ്യക്തമാക്കി. ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന തെറ്റിദ്ധാരണകൾ ആസ്ഥാനത്താണെന്നും ഏജൻസി പ്രസ്താവനയിൽ വ്യക്തമാക്കുകയുണ്ടായി. സൗദിയുടെ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന് കീഴിൽ നടക്കുന്ന സുപ്രധാന പദ്ധതികളിൽ ഒന്നാണ് നിയോം സിറ്റി പദ്ധതി. സൗദിയിലെ പ്രത്യേക സാമ്പത്തിക മേഖലയായിട്ടായിരിക്കും നിയോം സിറ്റി പ്രവർത്തിക്കുക. അതേസമയം ഇത് പൂർണ്ണമായും സൗദി പരമാധികാരത്തിന് കീഴിലായിരിക്കും. സൗദിയിലെ സാമ്പത്തിക നിയമങ്ങൾ തന്നെയായിരിക്കും ഈ സ്പെഷ്യൽ എക്കണോമിക് സോണിലും ബാധകമാവുക. സുരക്ഷ, പ്രതിരോധം, നിയമവ്യവസ്ഥകൾ തുടങ്ങിയവയുടെ കാര്യത്തിലും സൗദി ഭരണകൂടത്തിന് തന്നെയായിരിക്കും പരമാധികാരമെന്നും സൗദി വാർത്താ ഏജൻസി പ്രസ്താവനയിൽ വ്യക്തമാക്കി. അതേസമയം പ്രത്യേക സാമ്പത്തിക മേഖല എന്ന നിലയ്ക്ക് ഇവിടെ പ്രത്യേക സാമ്പത്തിക ഇളവുകളും അതിനനുസൃതമായ നിയമങ്ങളും കൊണ്ടുവരും. ആഗോളതലത്തിലെ ആകർഷണ കേന്ദ്രങ്ങളിലൊന്നായി നിയോമിനെ മാറ്റിത്തീർക്കുന്ന വിധത്തിലുള്ള നിയമ നിർമ്മാണങ്ങളും ഭരണരീതികളും ഇവിടെ നടപ്പിലാക്കുമെന്നും അധികൃതർ ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. 3 രാജ്യങ്ങളിലായി നീണ്ടുകിടക്കുന്ന 26,500 ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്ത് നിർമ്മിക്കുന്ന നിയോം സിറ്റിയുടെ നിർമ്മാണ പ്രവൃത്തികൾ 2017 ആരംഭിച്ചത്. സൗദിക്ക് പുറമെ ഈജിപ്ത്, ജോർദാൻ എന്നിവയുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശമാണിത്. $1 ലക്ഷം കോടി ചെലവിട്ട് ചെങ്കടൽ തീരത്ത് സൗദി അറേബ്യ നിർമ്മിക്കുന്ന ഭാവിയുടെ നഗരമായ നിയോമിൽ 2024 മുതൽ താമസക്കാർ തുടങ്ങുമെന്നാണ് ഏവരുടെയും പ്രതീക്ഷ. അടുത്ത പതിറ്റാണ്ടോടെ തന്നെ 20 ലക്ഷം പേരെങ്കിലും നിയോമിൽ താമസമാക്കും. 2026ഓടെ സ്കൈ സ്ലോപ്പ്, മൗണ്ടൻ ബൈക്കിംഗ്, വാട്ടർ സ്പോർട്സ് സംവിധാനങ്ങൾ തുടങ്ങിയവ സജ്ജമാക്കും. വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു പർവ്വത കേന്ദ്രവും നിയോമിലുണ്ട്. ശുദ്ധമായ ഊർജ്ജം മാത്രം ഉപയോഗിക്കപ്പെടുന്ന സ്മാർട്ട് സിറ്റി ആയിട്ടാണ് നിയോം വിഭാവനം ചെയ്തിരിക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.